ഹലോ ഫ്രണ്ട്സ്, സിമ്പിൾ സ്റ്റഫ് വിത്ത് വൈഷൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ ഡ്രസ്സിൽ പാറ്റേൺ അല്ലെ ഡിസൈൻസ് ഒക്കെ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള കാര്യമാണ്. ഞാനിത് ഫോട്ടോഷോപ്പ് 2022 ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഞാൻ സാമ്പിളായിട്ടുള്ള ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ ടീഷർട്ടിൻ്റെ കളർ ഒരു പ്ലെയിൻ കളറാണ്, അതിൻ്റെ വേറെ ഡിസൈൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ടീഷർട്ടിൽ നമ്മൾ ഡിസൈൻ ആഡ് ചെയ്യാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഞാനൊന്ന് സൂം ചെയ്തിട്ട് ചെറിയ രീതിയിൽ സൂം ചെയ്യുന്നു, ഡ്രസ്സിൻ്റെ അത് കുറച്ചും കൂടി സൂം ചെയ്യുന്നു. ഓക്കെ, സൂം ചെയ്ത ശേഷം നമ്മൾ ഓബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലാസോ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഏത് വണ്ടിക്കിലും എടുക്കാം, അതായത് സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഏതെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യുന്നുണ്ട്, ഡ്രസ്സിൻ്റെ ഏരിയ മാത്രം. ഓക്കെ ഓക്കെ, ഇതൊരു പോർഷൻ. ഇനി മറ്റേ പോർഷൻ ആദ്യം ഇത് ഓട്ടോമാറ്റിക്കലി സെലക്ഷൻ ആവും. ഓക്കെ ഓക്കെ, ഈ ഒരു പോർഷൻ സെലക്ട് ആയിട്ടുണ്ട്. ഇനി മറ്റേ പോർഷൻ സെലക്ട് ആകണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പോർഷൻ സെലക്ട് ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അത് പോയി കളയും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഷിഫ്റ്റ് അമർത്തി പിടിക്കുക. ഓക്കെ, ഷിഫ്റ്റ് അമർത്തി പിടിച്ചതിന് ശേഷം ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ കൂടി സെലക്ട് ചെയ്യുക. ഓക്കെ, അതായത് ടീഷർട്ടിൻ്റെ പോർഷൻ മാക്സിമം അടുത്തായിട്ട് വെച്ചിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, ഈ രണ്ട് പോർഷൻ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഒരു മൂന്നാമത്തെ ഒരു പോർഷനും കൂടി ഉണ്ട്, അതും കൂടെ അങ്ങനെ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് തന്നെ പ്രസ് ചെയ്യാം. ഓക്കെ, സെലക്ട് ആയിട്ടുണ്ട്. അത് ഈ ഒരു 3 പോർഷൻ സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്, സെലക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ പോയിട്ട് അതായത് ലേയേഴ്സ് പോവാം. അതിന് ശേഷം Ctrl+J പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ വേറെ ലെയറായിട്ട് തന്നെ വരും. അതായത് നമ്മളിപ്പം സെലക്ട് ചെയ്ത ഏരിയ വേറെ തന്നെ കണ്ടോ, ടീഷർട്ടിൻ്റെ വേറെ തന്നെ ഏരിയ ആയിട്ട് വന്നിട്ടുണ്ട്, ടീഷർട്ടിൻ്റെ സെലക്ഷൻ മാത്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയലിൽ പോയിട്ട് പ്ലേസ് എംബഡഡ്, അതായത് പ്ലേസ് എംബഡഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത ഏത് ഡിസൈനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഞാനൊരു ഡിസൈൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എടുത്തിട്ട് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസൈന്. നിങ്ങൾക്ക് ഏത് വണ്ടിക്ക് സെലക്ട് ചെയ്യാൻ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഏത് വണ്ടി സെലക്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ, ട്യൂട്ടോറിയലായിട്ട് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ഈ ഒരു ടീഷർട്ടിനെ കവർ ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് എടുക്കും. ഓക്കെ, എടുത്തു കഴിഞ്ഞല്ലോ. അതിനുശേഷം ഈ ഒരു പോർഷൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എൻ്റെ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ ആ ഒരു ടീഷർട്ടിൻ്റെ പാരലായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ചെറിയൊരു കുറച്ചും കൂടി ആ ഒരു നമ്മുടെ ടീഷർട്ടും ഇതുമായിട്ട് സെപ്പറേഷൻ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് കുറച്ചും കൂടി ആക്യുറേസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് ഈ ഒരു പോർഷനിൽ പോയിട്ട് നോർമൽ എന്നുള്ള മാറ്റിയിട്ട് നമ്മൾ ഇതിനകത്ത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഏകദേശം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നില്ല. ഇപ്പം ഈ മൾട്ടിപ്ലൈ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കുമ്പോൾ ഇത് പോരാ. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നമ്മൾ സെലക്ഷൻ നോക്കുക, ഇതിൻ്റെ ഏതാ പാറ്റേൺ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യാം. കാരണം നമുക്കത് നമ്മൾ എഡിറ്റ് ചെയ്തായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഓവർലേ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓവർലേ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഓവർലേ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം അത് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം മറ്റേതാണ് നമ്മൾ സെപ്പറേറ്റ് എഡിറ്റ് ചെയ്തിട്ട് വേഗം മനസ്സിലാകുന്നുണ്ട് ചില കാര്യങ്ങളെല്ലാം. അപ്പം ഇതിനകത്ത് ഓവർലേ എടുത്തിട്ടുണ്ട്, അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യുന്നു. അത് നമ്മൾ ഓരോ മാച്ചിങ് ഫോട്ടോന് മാച്ച് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് സൂം ചെയ്ത് നോക്കട്ടെ, സൂം ഔട്ട് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഓക്കെ, ഇപ്പം ഏകദേശം ആ ടീഷർട്ടിൽ വന്ന കാര്യങ്ങൾ പോലെ തന്നെ ഉണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്തതായിട്ട് എനിക്ക് വലിയ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻസ് ആഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പം വേറെ ഇവിടെ ഇപ്പോൾ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നെല്ലാം പറഞ്ഞിട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള വേറൊരു പോർഷൻ നമ്മൾ വേറൊരു JPG എടുത്തിട്ട് ഓപ്പൺ ചെയ്താൽ അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ, അതായത് നമുക്ക് വിഷസും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് സഹായിക്കും. ഓക്കെ, കുറച്ചും കൂടി ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.